നിങ്ങൾക്കറിയാമോ 1861 ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്ക് ആദ്യത്തെ തീവണ്ടി ഓടിത്തുടങ്ങിയപ്പോൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പുതിയ യുഗപ്പിറവിയായിരുന്നുവെന്ന്. അന്നു മുതൽ ഇന്നുവരെ കേരളത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും റെയിൽവേ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കൊളോണിയൽ കാലത്ത് ബ്രിട്ടീഷുകാരുടെ വാണിജ്യ താൽപ്പര്യങ്ങൾക്കായി തുടങ്ങിയ റെയിൽ ഗതാഗതം ഇന്ന് കേരളത്തിൻ്റെ സിരകളെ ബന്ധിപ്പിക്കുന്ന ജീവനാഡിയായി മാറിയിരിക്കുന്നു. കേരളത്തിലെ റെയിൽവേയുടെ ചരിത്രം 3 പ്രധാന ഘട്ടങ്ങളായി തിരിക്കാം. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ റെയിൽപാതകളുടെ ആവിർഭാവമാണ് ചരിത്രപ്രധാനമായ ആ ഘട്ടങ്ങൾ. കേരളത്തിൽ ആദ്യമായി തീവണ്ടിയുടെ ചൂളം വിളി മുഴങ്ങിയത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന മലബാർ മേഖലയിലാണ്. യൂറോപ്പിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ, തേക്ക്, പരുത്തി തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്നത് എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടനിലെ മദ്രാസ് റെയിൽവേ കമ്പനിയാണ് ഈ പാത നിർമ്മിച്ചത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു. 1861 മാർച്ച് 12-നാണ് 32 കിലോമീറ്റർ ദൂരമുള്ള ബേപ്പൂർ തിരൂർ എന്ന കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ റൂട്ട് ഉദ്ഘാടനം ചെയ്തത്. ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്ന് ചരക്കുകൾ ബേപ്പൂർ തുറമുഖത്തെത്തിച്ച് കപ്പൽ വഴി ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുക എന്നതായിരുന്നു പാതയുടെ ലക്ഷ്യം. ഈ പാത പിന്നീട് അതേ വർഷം തന്നെ കുറ്റിപ്പുറത്തേക്കും തുടർന്ന് പട്ടാമ്പി വഴിയും നീട്ടി ഷൊർണൂറിലെ പ്രധാന പാതയുമായി ബന്ധിപ്പിച്ചു. തുടക്കത്തിൽ ചരക്ക് ഗതാഗതത്തിനായിരുന്നു പ്രാധാന്യമെങ്കിലും താമസിയാതെ സാധാരണക്കാരായ യാത്രക്കാർക്കും ഈ സൗകര്യം പ്രയോജനപ്പെട്ടു തുടങ്ങി. ഇത് മലബാറിൻ്റെ വാണിജ്യ സാമൂഹിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. മലബാറിൽ തീവണ്ടി എത്തി 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കൊച്ചി രാജ്യത്തേക്ക് റെയിൽപാത എത്തുന്നത്. കൊച്ചി തുറമുഖത്തിൻ്റെ വികസനത്തിനും വ്യാപാര അഭിവൃദ്ധിക്കും റെയിൽവേ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ കൊച്ചി മഹാരാജാവായിരുന്ന രാമവർമ്മ 15-ന്റെ ദീർഘവീക്ഷണമാണ് ഇതിന് പിന്നിൽ. ഷൊർണൂർ എറണാകുളം ഹാർബർ റെയിൽപാതയുടെ നിർമ്മാണം 1899 ആരംഭിച്ചു. 1902 ഈ റെയിൽപാത ചരക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. താമസിയാതെ തന്നെ യാത്രാ തീവണ്ടികളും ഈ പാതയിൽ ഓടിത്തുടങ്ങി. ഈ പാതയുടെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിച്ചത് കൊച്ചി രാജ്യമായിരുന്നു. പാതയുടെ നിർമ്മാണത്തിനായി പണം തികയാതെ വന്നപ്പോൾ രാജകുടുംബത്തിൻ്റെ ആഭരണങ്ങളും ക്ഷേത്രത്തിലെ നെറ്റിപ്പട്ടങ്ങളും വരെ വിറ്റ് പണം കണ്ടെത്തേണ്ടി വന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് കൊച്ചി രാജാക്കന്മാരുടെ നാടിനോടുള്ള പ്രതിബദ്ധതയുടെ പ്രതീകമായി ഇന്നും വാഴ്ത്തപ്പെടുന്നു. ഈ പാത പിന്നീട് വെല്ലിംഗ്ടൺ ദ്വീപിലേക്ക് നീട്ടിയതോടെ കൊച്ചി തുറമുഖം ദക്ഷിണേന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായി മാറുകയും ചെയ്തു. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ റെയിൽപാത വന്നത് തിരുവിതാംകൂർ രാജ്യത്താണ്. എന്നാൽ ഈ പാതയുടെ നിർമ്മാണം ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലെ ഒരു വലിയ എഞ്ചിനീയറിംഗ് വിസ്മയമായിരുന്നു. പശ്ചിമഘട്ട മലനിരകൾ തുരന്നും കൂറ്റൻ പാലങ്ങൾ നിർമ്മിച്ചുമാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത യാഥാർത്ഥ്യമാക്കിയത്. 1904 നവംബർ 26-ന് ആദ്യത്തെ യാത്രാ തീവണ്ടി ഈ മാർഗത്തിൽ ഓടിത്തുടങ്ങി. തിരുവിതാംകൂർ ഭരണകൂടത്തിൻ്റെ സഹായത്തോടെ സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനിയാണ് ഈ പാത നിർമ്മിച്ചത്. കൊല്ലം നഗരത്തെ മദ്രാസ് ഉപനഗരമായ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുക എന്നതായിരുന്നു ഈ മീറ്റർ ഗേജ് റെയിൽപാതയുടെ പ്രധാന ലക്ഷ്യം. പശ്ചിമഘട്ടത്തിൻ്റെ ഭൂപ്രകൃതി ഉയർത്തിയ വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഈ പാത പൂർത്തിയാക്കിയത്. പ്രകൃതിദത്തമായ വെല്ലുവിളികൾ നിറഞ്ഞ ഈ റെയിൽവേ മാർഗം നിർമ്മിക്കുന്നത് ഒരു വലിയ സാങ്കേതിക നേട്ടമായി കണക്കാക്കപ്പെട്ടു. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിലെ പ്രധാന ആകർഷണങ്ങളിൽ ആര്യങ്കാവിനും ഭഗവതിപുരത്തിനും ഇടയിലുള്ള 680 മീറ്റർ നീളമുള്ള പ്രധാന തുരങ്കമുൾപ്പെടെ 5 വലിയ തുരങ്കങ്ങളുണ്ട്. ഈ മാർഗത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നിർമ്മിതിയാണ് കഴുതുരുട്ടി ആറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന 13 കമാനങ്ങളുള്ള 13 കണ്ണറ പാലം. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ മികച്ച ഉദാഹരണമായി ഈ പാലം ഇന്നും ഒരു വാസ്തുവിദ്യ വിസ്മയമായി നിലകൊള്ളുന്നുണ്ട്. 1951 ദക്ഷിണ റെയിൽവേ രൂപീകരിച്ചതോടെ അതുവരെ വ്യത്യസ്ത ഭരണകൂടങ്ങൾക്ക് കീഴിലായിരുന്ന മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ റെയിൽവേ പാതകളെല്ലാം ഒരൊറ്റ ശൃംഖലയ്ക്ക് കീഴിലായി. കേരള സംസ്ഥാനം രൂപീകൃതമായ ശേഷം റെയിൽവേ ശൃംഖലയിൽ വലിയ വികാസമുണ്ടായി. എറണാകുളം, കോട്ടയം, കൊല്ലം പാത നിലവിൽ വന്നതോടെ മധ്യ തിരുവിതാംകൂർ പൂർണ്ണമായും റെയിൽ ഭൂപടത്തിൽ ഇടം പിടിച്ചു. കാലക്രമേണ മീറ്റർ ഗേജ് പാതകളെല്ലാം ബ്രോഡ് ഗേജ് ആക്കി. പാത ഇരട്ടിപ്പിക്കലും വൈദ്യുതീകരണവും കേരളത്തിലെ ട്രെയിൻ യാത്രയുടെ വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിച്ചു. ചുരുക്കത്തിൽ 1861 ബേപ്പൂരിലെ തീരത്ത് തുടങ്ങിയ ആ യാത്ര ഇന്ന് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനത്തിൻ്റെ സന്ദേശമായി അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പുതിയ പാതയും ഓരോ പുതിയ ട്രെയിനും കേരളത്തിൻ്റെ വളർച്ചയുടെ പുതിയ അധ്യായങ്ങളാണ് എഴുതി ചേർക്കുന്നത്. 3.5 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനും അനിശ്ചിതത്വങ്ങൾക്കും ശേഷം കേരളത്തിൻ്റെ മധ്യ ദക്ഷിണ മേഖലയുടെ സമഗ്ര വികസനത്തിന് കുതിപ്പേകാൻ ശബരി റെയിൽപാത എന്ന സ്വപ്നവും യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. 1989 അന്നത്തെ മൂവാറ്റുപുഴ MP PC തോമസ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഒരു നിർദ്ദേശം കേവലം ഒരു തീർത്ഥാടന പാത എന്നതിലുപരി ഒരു നാടിൻ്റെ ആകെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയുടെ നട്ടെല്ലായി മാറാനൊരുങ്ങുകയാണ്.
അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച് എരുമേലി വരെ നീളുന്ന ഈ പാത കേരളത്തിൻ്റെ റെയിൽ ഭൂപടത്തിൽ ഇടമില്ലാതിരുന്ന ഇടുക്കി ജില്ലയ്ക്ക് ആദ്യമായി തീവണ്ടിപ്പാളത്തിൻ്റെ തലയെടുപ്പ് നൽകും എന്ന പ്രത്യേകതയുമുണ്ട്. 1989 ഡിസംബറിലാണ് ശബരിപാത എന്ന ആശയം ആദ്യമായി പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്തെത്തുന്നത്. അന്ന് നിലവിലുണ്ടായിരുന്ന മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഏതാണ്ട് 90% ഈ നിർദ്ദിഷ്ട പാതയുടെ പരിധിയിലായിരുന്നു. എരുമേലിയിൽ നിന്ന് പുനലൂർ വഴി കന്യാകുമാരി വരെ പാത നീട്ടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർക്ക് നേരിട്ട് ശബരിമല സന്നിധിക്ക് സമീപമെത്താൻ സൗകര്യമൊരുക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. നീണ്ട 10 വർഷത്തെ പരിശ്രമങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം 1997-98 കേന്ദ്ര ബജറ്റിൽ അങ്കമാലി എരുമേലി ശബരിപാതയ്ക്ക് രാജ്യത്തിൻ്റെ അംഗീകാരം ലഭിച്ചു. തുടർന്ന് 1998 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പദ്ധതിക്ക് അന്തിമ അനുമതി നൽകിയതോടെ പ്രതീക്ഷകൾ വാനോളമുയർന്നു. എന്നാൽ പദ്ധതിയുടെ നടത്തിപ്പിലെ കാലതാമസവും സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പദ്ധതി ചെലവ് പങ്കുവയ്ക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും പദ്ധതിയെ പതിറ്റാണ്ടുകളോളം പിന്നോട്ടടിച്ചു. തുടക്കത്തിൽ 1997 540 കോടി രൂപ മാത്രം പ്രതീക്ഷിച്ചിരുന്ന പദ്ധതി ചെലവ് വർഷങ്ങൾക്കിപ്പുറം 2815 കോടിയായും പിന്നീട് 3810 കോടി രൂപയായും കുതിച്ചുയർന്നു. ചെലവ് പങ്കുവയ്ക്കുന്നതിലെ തർക്കങ്ങൾ മൂലം 2019 റെയിൽവേ പദ്ധതി മരവിപ്പിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. ഇതിനിടെ പദ്ധതി ഇരട്ടപ്പാതയാക്കണമെന്നും പമ്പ വരെ നീട്ടണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ റെയിൽവേ മുന്നോട്ട് വച്ചപ്പോൾ ചെലവ് 9600 കോടിയായി ഉയരുമെന്ന് കണക്കാക്കപ്പെട്ടു. ഭീമമായ ഈ തുകയുടെ പകുതി വഹിക്കുന്നത് സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നതും പദ്ധതിക്ക് തിരിച്ചടിയായി. എന്നാൽ സമീപകാലത്ത് പദ്ധതിയുടെ പൂർണ്ണമായ സാമ്പത്തിക ബാധ്യത കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ശബരിപാതയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി. ഇതോടെ സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വേഗം കൈവന്നിരിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ശബരിമല തീർത്ഥാടനം ശബരിപാതയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. എങ്കിലും ഇതിൻ്റെ പ്രയോജനങ്ങൾ അതിവിശാലമാണ്. ഈ പാത കടന്നു പോകുന്ന വഴികളിലെല്ലാം പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളും വിനോദസഞ്ചാര മേഖലകളും സ്ഥിതി ചെയ്യുന്നു. ക്രിസ്തീയ വിശ്വാസികളുടെ പുണ്യകേന്ദ്രങ്ങളായ മലയാറ്റൂർ പള്ളി, ഭരണങ്ങാനം സെൻറ്റ് അൽഫോൺസ തീർത്ഥാടന കേന്ദ്രം, അരുവിത്തുറ പള്ളി, കാഞ്ഞിരപ്പള്ളിയിലെ പഴയ പള്ളി എന്നിവയെല്ലാം പാതയുടെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിലൂടെ പ്രശസ്തമായ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഹൈന്ദവ ദേവാലയങ്ങളിലേക്കും ഈ പാത വഴി എളുപ്പത്തിൽ എത്തിച്ചേരാം. ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഇടനാഴിയായി കൂടി മാറും. വിനോദസഞ്ചാര രംഗത്ത് ശബരിമല പാത ഒരു പുതിയ അധ്യായം തന്നെ തുറന്നിടും. കോതമംഗലം സ്റ്റേഷനിൽ നിന്ന് മൂന്നാറിലേക്കും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തേക്കടി, പീരിമേട്, കുട്ടിക്കാനം, പരുന്തൻപാറ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഭരണങ്ങാനത്ത് നിന്ന് വാഗമണിലേക്കും എളുപ്പത്തിൽ യാത്ര ചെയ്യാനാകും. ഇത് കേരളത്തിലെ ഹൈറേഞ്ച് ടൂറിസത്തിന് വലിയ ഉണർവ് നൽകും. ശബരിപാത കേവലം ഒരു യാത്രാ ഇടനാഴി മാത്രമല്ല, മധ്യ തിരുവിതാംകൂറിൻ്റെ വ്യാവസായിക കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കുള്ള ചാലക ശക്തി കൂടിയാണ്. പെരുമ്പാവൂർ കാലടി മേഖലയിലെ പ്ലൈവുഡ്, അരിമില്ല് വ്യവസായങ്ങൾക്ക് ചരക്ക് നീക്കത്തിന് വലിയൊരാശ്വാസമാകും ഈ പാത. പ്രതിദിനം ശരാശരി 500 ട്രക്ക് ലോഡ് പ്ലൈവുഡ് പെരുമ്പാവൂരിൽ നിന്നും 250 ട്രക്ക് ലോഡ് പൈനാപ്പിൾ ഇന്ത്യയുടെ പൈനാപ്പിൾ നഗരമായ വാഴക്കുളത്ത് നിന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഈ ചരക്ക് നീക്കം റെയിൽ മാർഗമാകുമ്പോൾ സമയവും പണവും ലാഭിക്കാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രങ്ങളിലൊന്നായ കോതമംഗലം നെല്ലിക്കുഴി, മൂവാറ്റുപുഴയിലെ കിൻഫ്ര ഫുഡ് പാർക്ക്, തൊടുപുഴയ്ക്ക് സമീപമുള്ള കിൻഫ്ര സ്പൈസസ് പാർക്ക് എന്നിവയ്ക്കെല്ലാം ശബരിപാതയുടെ പ്രയോജനം ലഭിക്കും. റബ്ബർ, ഏലം, കുരുമുളക് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കും റെയിൽവേയെ ആശ്രയിക്കാം. ഇത് കർഷകർക്കും വ്യവസായികൾക്കും ഒരുപോലെ ഗുണകരമാകും. പാല, കാഞ്ഞിരപ്പള്ളി, പീരിമേട് തുടങ്ങിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും ഈ പാത വലിയ അനുഗ്രഹമാകും. അങ്കമാലിയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള നിലവിലെ പാതയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് 111 കിലോമീറ്റർ ദൈർഘ്യമുള്ള ശബരിപാത ആരംഭിക്കുന്നത്. ഇവിടെ അങ്കമാലി ഒരു ജംഗ്ഷൻ സ്റ്റേഷനായി മാറും. അവിടെ നിന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള കാലടിയിലെത്തും. വർഷങ്ങളായി നിർമ്മാണം പൂർത്തിയാക്കി കാത്തിരിക്കുന്ന കാലടി സ്റ്റേഷനും ഈ പാതയുടെ ഭാഗത്താണ്. തുടർന്ന് പെരുമ്പാവൂരിൻ്റെയും ഓടക്കാലിയുടെയും വ്യവസായ മേഖലകൾ താണ്ടി പാത കോതമംഗലത്ത് പ്രവേശിക്കും. ഇത് മൂന്നാറിലേക്കുള്ള പ്രവേശന കവാടമായി മാറും. പിന്നീട് മൂവാറ്റുപുഴ, പൈനാപ്പിളിൻ്റെ നാടായ വാഴക്കുളം എന്നിവ പിന്നിട്ട് പാത ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കും. തൊടുപുഴയിലായിരിക്കും ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. തുടർന്ന് കരിങ്കുന്നം, നാലമ്പല ദർശനത്താൽ പ്രശസ്തമായ രാമപുരം, പാലായ്ക്ക് വേണ്ടി അൽഫോൺസാമയുടെ പുണ്യഭൂമിയായ ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി റോഡ് എന്നിവയിലൂടെ സഞ്ചരിച്ച് പാത എരുമേലിയിൽ അവസാനിക്കും. എരുമേലി സ്റ്റേഷനിൽ നിന്ന് പമ്പയിലേക്ക് കേവലം 40 കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടാകൂ. ഇത് ശബരിമല തീർത്ഥാടനം സുഗമമാക്കും.
നിലവിൽ അങ്കമാലി മുതൽ കാലടി വരെയുള്ള 7 കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. കാലടി മുതൽ രാമപുരം വരെയുള്ള 70 കിലോമീറ്റർ ദൂരത്തെ സ്ഥലമേറ്റെടുപ്പിനുള്ള സാമൂഹികാഘാത പഠനവും സർവേ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പണം മുടക്കാൻ തീരുമാനിച്ചതോടെ ഈ നടപടികൾക്ക് വേഗം കൂടുമെന്ന് ഉറപ്പാണ്. എരുമേലിയിൽ ഈ പാത അവസാനിപ്പിക്കാതെ റാന്നി, പത്തനംതിട്ട, കോന്നി, പുനലൂർ, നെടുമങ്ങാട് വഴി തിരുവനന്തപുരത്തെ ബാലരാമപുരത്തേക്ക് നീട്ടണമെന്ന നിർദ്ദേശവും സജീവമാണ്. ഇത് യാഥാർത്ഥ്യമായാൽ നിലവിലെ തീരദേശ പാതയ്ക്ക് സമാന്തരമായി ഒരു മലയോര റെയിൽപാത രൂപപ്പെടുകയും കേരളത്തിൻ്റെ ഗതാഗത കുരുക്കിന് വലിയൊരളവിൽ പരിഹാരമാകുകയും ചെയ്യും. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന ഒരു പദ്ധതിക്ക് ജീവൻ വയ്ക്കുമ്പോൾ അത് ഒരു നാടിൻ്റെ മുഴുവൻ പ്രതീക്ഷകളെയാണ് ചിറകിലേറ്റുന്നത്. ശബരിപാതയുടെ ചൂളം വിളി കേൾക്കാൻ ഇനി അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം.